ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ നിലവിലത്തെ ഒരു അപ്ഡേറ്റ്സിലോട്ട് പോകുന്നുണ്ട്. അതിനായി നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും ഇപ്പോൾ നിഖിൽ ജോയിൻ ചെയ്യുന്നതാണ്. നിഖിൽ, ഏതായാലും ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 44 പോയിൻറ്റിൻ്റെ നേട്ടമുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ ഇടിവാണ് കാണുന്നത്. 0.17% ഇടിവാണ് കാണുന്നത്. ഒരു സമ്മിശ്രമായ പ്രതികരണമാണ് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ഇൻഡെക്സിലും കാണുന്നത്. എന്തൊക്കെയാണ് മറ്റു കൂടുതൽ അപ്ഡേറ്റ്സുകൾ? നിഖിൽ, കേൾക്കാമോ? നിലവിലെ ഒരു മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു മാർജിനിലായിരിക്കുന്ന ഒരു നേട്ടമാണുള്ളത്. ഏകദേശം ഒരു 40 പോയിന്റുകൾക്കൊക്കെയുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ 24,773 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലറേഷൻ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ 40 ഓഹരികൾ ഒരു നേട്ടം രേഖപ്പെടുന്നു. 10 ഓഹരികളാണ് നിലവിൽ ഇപ്പോൾ ഒരു ഇടിവ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. 53,994 എന്നൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്നതാണ് നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ ഇറ്റേണലിൻ്റെയും മറ്റൊക്കെ ഓഹരികൾക്ക് ഒരു മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ ഇപ്പോൾ ഇറ്റേണൽ രേഖപ്പെടുത്തുമ്പോൾ മഹീന്ദ്രയുടെ ഓഹരികൾ ഇന്നലത്തെ ആ ഒരു മികച്ച ഒരു പെർഫോമൻസ് ഇന്നും തുടരുന്നു. 2% മുകളിലേക്ക് നിലവിൽ ഇപ്പോൾ മഹീന്ദ്ര കടക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഏഷ്യ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിലും ഒരു മികച്ച രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നു. ഏകദേശം ഒരു 1.5%ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ ഏഷ്യ മോട്ടോഴ്സിൻ്റെ ഓഹരികൾക്കും സാധിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇൻഷുറൻസ് കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിലും ഇന്ന് വളരെ മികച്ച ഒരു പെർഫോമൻസ് ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. SBI ലൈഫ് ഇൻഷുറൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. HDFC ലൈഫ് പരിശോധിക്കുകയാണെങ്കിലും 0.5% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ നിലവിൽ HDFC ലൈഫിൻ്റെ ഓഹരിക്കും സാധിക്കുന്നുണ്ട്. HDFC ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ബ്രോക്കറേജ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട് HDFC ലൈഫിൽ വന്നിരിക്കുന്നത് ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി HDFC ലൈഫിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 890 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 758 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് HDFC ലൈഫിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ നിലവിലിപ്പോൾ ഒരു എംബഡഡ് വാല്യൂവും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പുതിയൊരു GST മാറ്റവും മറ്റൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ഏകദേശം ഒരു 0.5% താഴെയുള്ള ഒരു ഇമ്പാക്റ്റ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ അഥവാ വരികയാണെങ്കിൽ പോലും ഇപ്പോൾ HDFC ലൈഫിൽ വരൂ എന്നൊരു കാര്യമാണ് മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ബാക്കി കാര്യങ്ങളും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കും മറ്റൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശേഷി HDFC ലൈഫിന് ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് വ്യൂ ആണ് നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാലും UBSൻ്റെ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ UBS മോർഗൻ സ്റ്റാൻലി പുലർത്തുന്ന അത്ര ഒരു പോസിറ്റിവിറ്റി HDFC ലൈഫിൽ പുലർത്തുന്നില്ല. നിലവിൽ ഏകദേശം ഒരു ന്യൂട്രൽ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലിയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് 890 ആയിരുന്നെങ്കിൽ UBS നിലവിൽ 845 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ വാല്യൂ ഫ്രം ന്യൂ ബിസിനസ്സും മറ്റൊക്കെ പരിശോധിക്കുന്ന വാല്യൂ ഫ്രം VNB മാർജിനൊക്കെ നോക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നില്ല എന്നൊരു പോയിന്റാണ് അവർ മേക്ക് ചെയ്യുന്നത്. കൂടാതെ എംബഡഡ് വാല്യൂ പരിശോധിക്കുകയാണെങ്കിലും ഒരു ലിമിറ്റഡ് ഗ്രോത്ത് ആണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നൊരു വ്യൂ പോയിന്റും കൂടിയാണ് നിലയിൽ ഇപ്പോൾ UBS HDFC ലൈഫിൽ പുലർത്തുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇടിവ് നേരിടുന്ന നിഫ്റ്റി കമ്പനികൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ITCയുടെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഇടിവുണ്ടാകുന്നു. 2% മുകളിലേക്കുള്ള ഒരു ഇടിവിലേക്ക് ITC പോകുന്നു. ITCയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ തിരിച്ചടിയാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇന്നലത്തെ ആ ഒരു റാലിക്ക് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നു. കൂടാതെ മറ്റൊരു പ്രധാന വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് ടൊബാക്കോ പ്രൊഡക്ട്സും മറ്റൊക്കെ 40% GST സ്ലാബിലായിരുന്നു വന്നിരുന്നത് എന്നായിരുന്നു ആദ്യം വന്നിരുന്ന വാർത്ത. അതിന് മുകളിൽ സെസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ അത് ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിലൊരു തീരുമാനം വന്നിരിക്കുന്നു. അതായത് ടാക്സ് ഇൻസിഡൻറ്റ് മുൻപുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ തുടരും. കമ്പനികൾക്ക് ഒരു ടാക്സ് ബെനിഫിറ്റോ മറ്റൊക്കെ, അതായത് എസ്പെഷ്യലി സിൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്കൊന്നും ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല എന്നൊരു കാര്യം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതിപ്പോൾ ITCയുടെ ഒരു ഇടിവിലേക്ക് നയിച്ചിരിക്കുന്നു. കൂടാതെ നെസ്ലെ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 3/4%ഉള്ളൊരു ഇടിവാണ് നിലയിൽ ഇപ്പോൾ നെസ്ലെ
ടെസ്ലയുടെ ഓഹരിയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ആയിക്കൊണ്ട് ഏകദേശം 53,999 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടക്കുന്നത്. നേട്ടം രേഖപ്പെടുത്തുന്ന ബാങ്കിംഗ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഓഹരിക്ക് ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. കാനറ ബാങ്ക് 0.25%ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും മറ്റും ഓഹരികൾ ഏകദേശം 1%ഉള്ളൊരു ഇടിവിലേക്ക് നീങ്ങിയിട്ടുണ്ട്. HDFC ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% മുകളിൽ 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവ് HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നീ പറയുന്ന ഓഹരികളിലൊക്കെ തന്നെ ഇപ്പോൾ വിസിബിൾ ആകുന്നു. ഈ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ഓഹരികൾ നിലവിൽ ഇപ്പോൾ ലാഗ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് കൂടി നിലവിൽ നോക്കുകയാണെങ്കിൽ സെക്ടറുകളുടെ ഭാഗത്ത് നിന്ന് അഫ്കോഴ്സ് ഓട്ടോയിൽ തന്നെയാണ് ഒരു മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നത്. ഏകദേശം 1.25% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി ഓട്ടോ സൂചിക കടന്നിരിക്കുന്നു. എന്നാലും FMCG സൂചിക ഏകദേശം 0.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ നിഫ്റ്റി ഫാർമ സൂചികയിലും മറ്റൊക്കെ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാകുന്നു. ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ഫാർമ സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.25% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുന്നതായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ സൂചിക നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 350 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 26,341 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ ഒരു ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഓട്ടോ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന മഹീന്ദ്ര, അശോക് ലേലൻഡ്, സംവേദന എന്നീ പറയുന്ന കമ്പനികളിലൊക്കെ തന്നെ മികച്ച ഒരു നേട്ടം ഉണ്ടാക്കുന്നു. വിഷ്ണു, അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യും നിഫ്റ്റി ബാങ്കും ഒക്കെ തന്നെ നിഫ്റ്റി 50യിൽ ഫ്ലാറ്റ് പോസിറ്റീവായും നിഫ്റ്റി ബാങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായൊരു നിരക്കിലുമാണ് വിഷ്ണു ഈ മണിക്കൂറിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു നിഖിൽ.